എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ മൊമൻഡോസ്കി അവനവന്റെ പപ്പയെ ഓർത്ത് അങ്ങനെ പൊട്ടിക്കരയാണ്. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അവനാണെങ്കിൽ വീണ്ടും വീണ്ടും ഇപ്പൊ മൊമൻഡോസ്കിയോട് ചോദിക്കും, സത്യം പറയും, നിന്റെ പപ്പ സാക്ഷാൽ ഗോൾഡ് റോജറിന്റെ കൂടെ ട്രാവൽ ചെയ്ത ആളാണോ? ആൾക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാമോ? അതിനവൻ പറയും, അറിയാം, എന്റെ പപ്പ ഗോൾഡ് റോജറിന്റെ ഒരു ടീംമേറ്റ് ആയിരുന്നു. ആക്ച്വലി ലൂഫിക്ക് തുളുവിൽ ആരുടെയും കയ്യിൽ നിന്ന് ഇത്തരം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ല. ഓൾറെഡി റോജറിന്റെ കൂടെ ട്രാവൽ ചെയ്ത ഒരാളാണ്. ആൾക്കും ന്യൂ വേൾഡിനെ കുറിച്ചും ആ എൻഡ് ഐലാൻഡിനെ കുറിച്ചും അങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും നല്ല അറിവുണ്ട്. സോ ആളോട് പോലും ഒരു കാര്യം പോലും ചോദിക്കാതെയാണ് നമ്മുടെ ആൾക്കാർ ഇവിടം വരെ കടന്നു വന്നത്. അതേസമയം റോബിൻ, അവൾ ഇപ്പോഴും ആ പോണോഗ്ലിഫിലേക്ക് തന്നെ നോക്കും. ആക്ച്വലി ആ 100 ഇയർ വോയിഡ് അത് ലോകത്തിൽ തന്നെ മറക്കപ്പെട്ടിരിക്കുന്ന ഒരു വർഷമാണ്. ആ മിസ്റ്റീരിയസ് പീരീഡിൽ എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും തന്നെ അറിയില്ല. സത്യത്തിൽ ആ ഒരു പീരീഡിലാണ് വേൾഡ് ഗവൺമെന്റ് ക്രിയേറ്റ് ആയത്. 8 ആണ്ടുകളായി വേൾഡ് ഗവൺമെന്റ് ഈ ലോകത്തെ അടക്കി ഭരിക്കുകയാണ്. 100 ഇയർ വോയിഡിൽ എന്ത് സംഭവിച്ചുവെന്ന് ആരും അറിയാൻ പാടില്ല എന്ന് ഒരു നിയമം ഗവൺമെന്റ് ഇറക്കി. പക്ഷേ സത്യത്തിൽ ആ ഒരു വർഷം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു തരുന്ന വലിയൊരു തെളിവാണ് ഈ ഒരു പോണോഗ്ലിഫ്. ഇത്തരത്തിലുള്ള പോണോഗ്ലിഫ്സ് അത് മുഴുവനായിട്ടും വായിക്കുകയാണെങ്കിൽ അന്ന് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. പക്ഷേ അങ്ങനെ എല്ലാവർക്കും സിമ്പിളായിട്ട് വായിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. വോഹാറ ഐലാൻഡിലുള്ളവർക്ക് മാത്രമേ അത് വായിക്കാൻ കഴിയൂ. അവിടെ ഉണ്ടായിരുന്ന പ്രൊഫസർ വോയിഡ്, അദ്ദേഹമാണെങ്കിൽ നേവിക്കാരുടെ രഹസ്യം മനസ്സിലാക്കാനായി പോണോഗ്ലിഫിൽ ഉണ്ടായിരുന്ന ആ ഒരു വർഷക്കാലത്തെ ഏകദേശം എല്ലാ ഡീറ്റെയിൽസും തന്നെ ആള് വായിച്ചു മനസ്സിലാക്കി. അത് തിരിച്ചറിഞ്ഞ നേവിക്കാര് ആദ്യം തന്നെ അദ്ദേഹത്തെ ഷൂട്ട് ചെയ്ത് കൊന്നു. അതിനുശേഷം ആ ഐലാൻഡിലുള്ള ഓരോരുത്തരായിട്ട് അങ്ങനെ ചുട്ടരിച്ചു. ആ 100 ഇയേഴ്സിൽ എന്ത് സംഭവിച്ചു എന്ന് ലോകം അറിയാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ആ ഐലാൻഡ് മുഴുവനായിട്ടും നേവിക്കാർ നശിപ്പിച്ചത്. പക്ഷെ വോഹാറ ഐലാൻഡിലുള്ളവർ ഒരിക്കലും അത് പബ്ലിഷ് ചെയ്യില്ല എന്നറിഞ്ഞിട്ടും അവര് വോഹാറ ഐലാൻഡിലുള്ള എല്ലാവരെയും തന്നെ ഇല്ലാതാക്കി. സാമുറായ് കിന്നിനും കാഞ്ചറോയ്ക്കും ചില രഹസ്യങ്ങൾ അറിയാം എന്ന് കരുതിയാണ് നമ്മുടെ ആൾക്കാര് ഇപ്പൊ അവരോട് അവർക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കും. അതിന് അവര് പറയും, സത്യത്തില് ഞങ്ങൾക്കൊന്നും അറിയില്ല. ഈ ഒരു അപകടം അത് മുൻപിൽ കണ്ടിട്ടായിരിക്കണം ഞങ്ങളുടെ പൂർവികര് ഞങ്ങളോടൊന്നും തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓടിന് കൊടുത്ത ഒരേ ഒരു പ്രോമിസ് മറ്റൊന്നുമല്ല, ലാൻഡ് ഓഫ് വാനോ കിങ്ഡം അത് വീണ്ടും ഓപ്പൺ ചെയ്യണം. അതിനുവേണ്ടിയാണ് ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെട്ട് ഇങ്ങനെ സർവൈവ് ചെയ്ത് ഇവിടം വരെ വന്നത്. ഞങ്ങളുടെ ആ ഒരു ഐലാൻഡ് അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെയുള്ള ആർക്കും ഇവിടേക്ക് വരാനോ ഇവിടുന്ന് ആർക്കും അവിടേക്ക് പോകാനോ കഴിയില്ല. ഐലാൻഡ് ഇപ്പോൾ ബീസ്റ്റ് പൈററ്റ്സുകളുടെ അണ്ടറിലാണ്. ബീസ്റ്റ് പൈററ്റ്സിന് മാത്രമേ അവിടുന്ന് പുറത്തേക്ക് പോകാനും അകത്തേക്ക് വരാനും അനുവാദമുള്ളൂ. ആ ഷോഗണെയും ബീസ്റ്റ് പൈററ്റ്സിനെയും അവരെ കൊന്നു കളഞ്ഞാൽ മാത്രമേ ഞങ്ങളുടെ ഐലാൻഡ് ഞങ്ങൾക്ക് തിരികെ പിടിക്കാൻ പറ്റൂ. ഷോഗണും കൈഡോയും അവർ രണ്ടുപേരും ഭയങ്കര പവർഫുൾ ആണ്. അതുപോലെ തന്നെ ഒറ്റക്കെട്ടാണ്. അവരെ തകർക്കാൻ അത്ര എളുപ്പത്തിൽ ആർക്കും കഴിയില്ല. മൊമൻഡോസ്കി ആണെങ്കിൽ വീണ്ടും കരയാൻ തുടങ്ങും. നാമി അവനെ ആശ്വസിപ്പിക്കാൻ പോകുന്നത് കണ്ട് ലൂഫി അവളെ തടയും. ഇവിടെ സാമുറായി ആണെങ്കിൽ അവരുടെ പ്ലാൻ അതങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. ആക്ച്വലി ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ ആവശ്യമാണ്. ഇതിന് ഞങ്ങളെ സഹായിക്കാൻ ആളുകളെ അന്വേഷിച്ചാണ് ഒരു ബോട്ടും എടുത്ത് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. ടൈസോയി ഐലാൻഡിലേക്ക് എത്തിയ സമയം തന്നെ ഇവരെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഫൈറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് ആരംഭിച്ചതാണ്. പക്ഷെ ആ ഒരു സമയത്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ എലിഫന്റ് വില്ലൻ ജാക്ക് അവനും അവന്റെ ടീമും ഈ ഐലാൻഡിലേക്ക് വന്നത്. തോൽവി സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയ ആ എലിഫന്റ് വില്ലൻ അവൻ പോയിസൺ ഗ്യാസ് ഉപയോഗിച്ച് ഇവരെ തോൽപ്പിച്ചു. അതാണ് ഇവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത്. ഇത്തവണ അവർ ഞങ്ങളെ തകർത്തു. പക്ഷെ അടുത്ത തവണ തീർച്ചയായിട്ടും ഞങ്ങളുടെ സർവ്വ പവർ ഉപയോഗിച്ച് അവരെ ഞങ്ങൾ അട്ടിച്ച് തോൽപ്പിക്കും. കാറ്റ് കിങ് അത് പറയേണ്ട താമസം നമ്മുടെ ചോപ്പർ അവനങ്ങനെ ചാടി കാറ്റ് കിങ്ങിന്റെ ദേഹത്തേക്ക് കയറും. ആളുടെ ചെവി പിടിച്ച് വലിച്ച് ചോപ്പർ ദേഷ്യപ്പെട്ട് പറയും, നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ സംസാരിക്കും? ഓൾറെഡി നിന്റെ ബോഡിയിൽ ഒരുപാട് പരിക്കുകളുണ്ട്. മര്യാദയ്ക്ക് റെസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അധികം വൈകാതെ ഫൈറ്റ് ചെയ്യാൻ നീ ബാക്കി ഉണ്ടാവില്ല. നിന്റെ കാറ്റ് പോവും. ഓവറായിട്ട് വെള്ളം അടിക്കുക, ഫുഡ് കഴിക്കുക, തുള്ളിച്ചാടുക, ഫൈറ്റ് ചെയ്യുക, ഇതൊന്നും നീ ചെയ്യാൻ പാടില്ല. പ്രോപ്പർ റെസ്റ്റ് അതുമാത്രമാണ് നിനക്കിപ്പോൾ ആവശ്യം. അതേസമയം സാമുറായും കാഞ്ചറോയും മൊമൻഡോസ്കിയും അവർ 3 പേരും ഇപ്പോൾ ലൂഫിയുടെ മുൻപിൽ തല കുനിച്ച് നിൽക്കുകയാണ്. നിങ്ങൾ ഓൾറെഡി ഞങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്തു തന്നു. പക്ഷേ ഇപ്പം ഞങ്ങളെ സഹായിക്കാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റൂ. ഞങ്ങൾക്ക് വാനോ കിങ്ഡം അത് വീണ്ടെടുക്കണം. അതിനുവേണ്ടി ഞങ്ങളോടൊപ്പം ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നും. കാരണം അവരുടെ ടീമിലും പവർഫുള്ളായ ആളുകളുണ്ട്. നിഞ്ചകള്, സാമുറായിസ്, സ്പെഷ്യൽ പവർ ഉള്ളവര് എന്നിങ്ങനെ ഒരുപാട് പേര്. ഓൾറെഡി നമ്മുടെ ആൾക്കാർക്കും ആ കൈഡോയുമായിട്ട് ചെയ്യേണ്ടതാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും ലൂഫിയുടെ മറുപടിക്ക് വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്യും. ലൂഫി ആണെങ്കിൽ മറ്റൊന്നും ആലോചിക്കാതെ സിമ്പിൾ ആയിട്ട് പറയും,
പറ്റില്ല, എന്നെ കൊണ്ട് ഇതിന് സാധിക്കില്ല. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ആൾക്കാരടക്കം അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും വണ്ടറടിക്കുകയാണ്. ഉസോപ്പാണെങ്കിൽ ഷോക്കായിട്ട്, ഓ ഈ സമയത്ത് നീ നിന്റെ ആറ്റിറ്റ്യൂഡ് കാണിക്കുകയാണല്ലേ. നമ്മളെല്ലാവരും ഇത്രയും ദിവസവും ഒന്നിച്ചായിരുന്നു ഉണ്ടായിരുന്നത്, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു, ഒന്നിച്ച് ഫൈറ്റ് ചെയ്തു, ഒന്നിച്ച് ട്രാവൽ ചെയ്തു. സോ ഓവറുള്ള നമ്മളെല്ലാവരും ഒന്നായാൽ നമ്മളെ കൊണ്ട് എന്തും കീഴടക്കാൻ കഴിയും. നമ്മുടെ ലക്ഷ്യവും അവരുടെ ലക്ഷ്യവും ഏകദേശം ഒന്നാണ്. നമുക്കെന്തുകൊണ്ട് ഒന്നിച്ച് മുൻപോട്ടേക്ക് പോയിക്കൂടാ? നീ എന്തിനാണ് അതിന് പറ്റില്ല എന്ന് പറയണേ? പക്ഷെ ലൂഫി ആണെങ്കിൽ വീണ്ടും വീണ്ടും തീരുമാനത്തിൽ അങ്ങനെ ഉറച്ചു നിൽക്കും. എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കൊരിക്കലും ടീമായിട്ട് മാറാൻ കഴിയില്ല. മാത്രമല്ല നിങ്ങളെ സഹായിക്കാനും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് കേൾക്കേണ്ട താമസം ഉസോപ്പ് അവൻ ഓടി വന്ന് അവരോട് പറയും, ആക്ച്വലി ഇവൻ അല്പം മണ്ടനാണ്, പക്ഷെ കുഴപ്പമില്ല, ഞാനൊരു 5-6 അടി അവന്റെ തലയ്ക്ക് കൊടുത്ത് ഇപ്പൊ റെഡിയാക്കി തരാന്ന് പറഞ്ഞ് ഓപ്പർ ലൂഫിയെ പിടിച്ചു വലിച്ച് അവന്റെ തലയ്ക്ക് അറഞ്ചം പുറഞ്ച് കെട്ടിക്കുകയാണ്. മര്യാദയ്ക്ക് നിന്റെ തീരുമാനം മാറ്റ്, നമുക്ക് എല്ലാവർക്കും ഒറ്റ ടീമായിട്ട് മുൻപോട്ടേക്ക് പോവാം, അതാണ് നല്ലതെന്ന് പറഞ്ഞ് ലൂഫിയെ പിടിച്ചു വലിച്ച് അവൻ അച്ചറം പൊച്ചറ കെട്ടിക്കും. അപ്പോഴായിരിക്കും നാമി അവളിപ്പോ നമ്മുടെ ആൾക്കാരോട് പറയാ, ആക്ച്വലി ലൂഫി പറഞ്ഞതിലും ഒരു പോയിന്റ് ഉണ്ട്, നമുക്കിപ്പോ അവരുടെ ടീമിൽ ചേരാൻ കഴിയില്ല. അത് കേട്ട ആൾക്കാരാണെങ്കിൽ ഡബിൾ ഷോക്കാവും. നാമി അങ്ങനെ പറയണമെങ്കിൽ തീർച്ചയായിട്ടും അതിലെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണം. ഉസോപ്പ് ആണെങ്കിൽ അവളോട് കാര്യം ചോദിക്കും. അതിനവള് പറയും, നമുക്കവരെ സഹായിക്കാം, പക്ഷെ അതിനു മുൻപ് നമുക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും, നമ്മൾ ചോദിക്കുന്ന എമൗണ്ട് അതവർക്ക് തരാൻ കഴിയുമെന്ന് വേണം ആദ്യം നമ്മൾ ചോദിക്കാൻ. നാമി അത് ചോദിക്കേണ്ട താമസം ഉസോപ്പിനാണെങ്കിൽ ചത്താ മതിയെന്നാവും. നമ്മുടെ ആൾക്കാർക്ക് ഉറപ്പുണ്ടായിരുന്നു അവൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഡീല് വെക്കുമെന്ന്. ഇവിടെ നമ്മുടെ ലൂഫി അവനിപ്പോ മൊമന്റോസ്കിയുടെ അടുത്തേക്ക് വരും. അതിനുശേഷം കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മൊമന്റോസ്കിയെ അല്പനേരം സൂക്ഷിച്ചു നോക്കി അങ്ങനെ ദേഷ്യപ്പെട്ട് പറയും, നിനക്ക് നാണമില്ലേ ഇങ്ങനെ ചിണുങ്ങി കരഞ്ഞുകൊണ്ടിരിക്കാൻ? നീ ഒരു വലിയ അയലാൻഡിന്റെ നേതാവാണ്, ആ കാര്യം നീ മറന്നുപോയോ? നീ വേണം ഈ സമയത്ത് സ്ട്രോങ് ആയി നിന്ന് തീരുമാനമെടുത്ത് നിന്റെ അയലാൻഡിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ. അത് കേട്ട് നമ്മുടെ നാമി ആണെങ്കിൽ ലൂഫിയെ പിടിച്ചു വലിച്ച് അച്ചറം പൊച്ചറ അടിക്കും. യു ആർ അൺബിലീവബിൾ. അവനൊരു ചെറിയ പയ്യനാണ്. എങ്ങനെയാണ് ഭരിക്കേണ്ടതെന്നോ തീരുമാനങ്ങൾ എങ്ങനെ എടുക്കണമെന്നോ അവൻ അറിയില്ല. അവനോട് അല്പമെങ്കിലും സ്നേഹത്തോടും മര്യാദയോടും നിനക്ക് പെരുമാറിക്കൂടെന്ന് ചോദിച്ച് അവൾ നിർത്താതെ അടിക്കുകയാണ്. ഉസോപ്പ് ആണെങ്കിൽ ലൂഫിയുടെ കൈ രണ്ടും പുറകിലേക്ക് വലിച്ചു പിടിച്ച് അങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചു കൊടുക്കും. അവളാണെങ്കിൽ അവളുടെ ദേഷ്യം കഴിയുന്നത് വരെ ലൂഫിയെ ആഞ്ഞടിക്കും. ഇതെല്ലാം കേട്ട മൊമന്റാസ്കി ആണെങ്കിൽ അങ്ങനെ ലൂഫിയുടെ അടുത്തേക്ക് നടന്നു വരും. അവനങ്ങനെ നടന്നു വരെ അവന്റെ മനസ്സിലേക്ക് ചില ബ്രോക്കൺ പീസസ് ഒക്കെ അങ്ങനെ കടന്നു വരികയാണ്. അവന്റെ ഐലാൻഡ് അത് മുഴുവനായിട്ടും ചുട്ടെരിയുന്നതും എന്റെ പപ്പയുടേതടക്കം ഒരുപാട് പേരുടെ ശബ്ദം അതങ്ങനെ മുഴങ്ങി കേൾക്കുന്നതും എല്ലാവരും അവനോട് ഓടാനായിട്ട് പറയുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൻ ഓർക്കും. അവൻ ഓടി ഓടി വന്ന് ആ കൈഡോടെ മുൻപിൽ നിൽക്കുകയാണ്. മൊമന്റോസ്കിയെ കാണേണ്ട താമസം കൈഡോ അവൻ മൊമന്റോസ്കിയെ നോക്കി കാർക്കിച്ച് തുപ്പി, എന്റെ പപ്പ വെറും ഒരു യൂസ്ലെസ് ആണ്, അയാളെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. സോ ആളുടെ ജീവൻ ഞാൻ എടുത്ത് നിങ്ങളുടെ ഈ ഐലാൻഡ് അത് ഇന്നു മുതൽ ഞാൻ ഭരിക്കുമെന്ന് പറയും. അതെല്ലാം ഓർത്ത നമ്മുടെ മൊമന്റോസ്കി അവൻ പല്ല് കടിച്ച് ഉച്ചത്തിൽ നിലവിളിച്ചു പറയും, എന്തൊക്കെ സംഭവിച്ചാലും ആ കൈഡോയെ അവനെ എന്റെ കൈകൊണ്ട് എനിക്ക് തന്നെ കൊല്ലണം, അവനെ ഞാൻ വെറുതെ വിടില്ല. എന്റെ പപ്പയും അമ്മയും എന്റെ കൺമുമ്പിൽ വെച്ച് വെട്ടിക്കൊന്നവനെ അവനെ എനിക്ക് കൊല്ലണം. അതിനുവേണ്ടി ലൂഫി ദയവ് ചെയ്ത് നീ എന്നെ സഹായിച്ചേ പറ്റൂന്ന് പറഞ്ഞ് മൊമന്റോസ്കി ആണെങ്കിൽ ലൂഫിയുടെ കാലിൽ വീണ് കെഞ്ചുകയാണ്. അതിന് ലൂഫി അവനെ എഴുന്നേൽപ്പിച്ച് അവന് നേരെ കൈ നീട്ടുകയാണ്. നിന്നോടൊപ്പം ഞാനുണ്ട്, എന്റെ ടീമുണ്ട്, നമുക്കവനെ ഒരുമിച്ച് തകർക്കാമെന്ന് വാക്കു കൊടുക്കും. മൊമന്റോസ്കി ആണെങ്കിൽ ലൂഫിയുടെ കൈ പിടിച്ച് വീണ്ടും കരയാൻ തുടങ്ങും. അത് കാണുമ്പോൾ ബാക്കിയുള്ളവര് മൊമന്റോസ്കിയെ നോക്കി സന്തോഷത്തിൽ ചിരിക്കുകയാണ്. ലോ ആണെങ്കിൽ ലൂഫിയോട് പറയും, നിനക്കൊരു വാക്ക് എന്നോട് ചോദിച്ചൂടെ? എനിക്കും ഇതിന് പൂർണ്ണ സമ്മതമാണ്, എങ്കിലും നിനക്കൊരു വാക്ക് ചോദിക്കാമായിരുന്നു എന്ന് പറയും. ഇവിടെ കിങ്ങുകൾക്കും നമ്മുടെ ആൾക്കാർക്കും എല്ലാവർക്കും സന്തോഷം. കമോൺ ഗായ്സ്, എല്ലാവർക്കും ചേർന്ന് ആ കൈഡോയെ അവനെ തല്ലി തകർക്കാന്ന് പറഞ്ഞ് അവര് തുള്ളിച്ചാടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.